ബൃന്ദ, ഡയറക്റ്റഡ് ബൈ സുരാജ്. വെബ് സീരീസ് പേഴ്സണലി പറയുന്നുണ്ടെങ്കിൽ തീരെ ബോറടിക്കാതെ കണ്ടിരുന്ന, എൻഗേജിങ് ആയിട്ട് കണ്ടിരുന്ന ഉടനീളം ഞാൻ പറയാം. ഒരു ചില സംഭവങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടാതെ പോയിട്ടുണ്ട്, എന്താണെന്ന് ഞാൻ പറയാം. ബട്ട് ഓവറോൾ ഉടനീളം എൻഗേജിങ് ആയിട്ടിരുന്ന് കണ്ട ഒരു കിഡിന് ക്രൈം ത്രില്ലർ ഒരു വെബ് സീരീസാണ്. ഒന്നാമത് ഇതിൻ്റെ റൈറ്റിംഗ് ആണ് അതിനൊരു ടോപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് തന്നെ പ്യൂർലി ഒരു വെറൈറ്റി സാധനമാണ്. അത് വെറുതെ ഒരു ക്രൈം നടക്കുക തെരപാര ഓടുക എന്നുള്ളതല്ല, അത് അതിലേക്ക് കുറച്ച് കണക്ട് ചെയ്യാൻ കഴിയുന്ന ഇമോഷൻസും കിഡിലും ത്രില്ലിംഗ് ആയിട്ടുള്ള സീൻസുകളോ കൊണ്ടും നിറച്ച് വെച്ച ഒരു അതിഗംഭീര വെബ് സീരീസ് തന്നെയാണ് ബൃന്ദ എന്ന് പറയുന്നത്. പക്ഷേ അത് ഞാൻ ബാക്കിയുള്ളത് പറയാം. ഇതിന് ഇഷ്ടപ്പെടാതെ പോയൊരു കാര്യമുണ്ട്. ഇഷ്ടപ്പെടാതെ വൃത്തിയോടെന്ന് തോന്നിയ ഒരു സാധനം ഇതിൻ്റെ VFX ആണ്. അത് ഞാനൊരു സീന് പറയാം. അത് ഈ പാലത്തിൽ നിന്ന് ഒരു ബസ് വീകണ ഒരു സീനുണ്ട്. ഇൻ്റെ പൊന്നോ, ഇത് നമ്മൾ ഈ ചെക്കന്മാരില്ലേ, ചില ചെക്കന്മാർ കൈൻ മാസ്റ്ററിലൊക്കെ ഇട്ട് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും പെർഫെക്റ്റ് ആവും. അത്ര അധികം ന്യൂസൻസ് ആയിട്ട് അമേച്ചർ ലെവൽ, ബിഗിനർ ലെവൽ VFX. ചിലപ്പോൾ ബഡ്ജറ്റിൻ്റെ ഇഷ്യൂസൊക്കെ ചിലപ്പം അവസാനത്തേക്കൊക്കെ ആ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ വന്നതുകൊണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും ബോറായിട്ട് ഒരു ടീം ഇത്രയും നന്നായിട്ട് ഒരു സാധനം കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു സാധനം മാത്രം വൃത്തിയാക്കുന്നില്ല എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ബഡ്ജറ്റ് ഇഷ്യൂസ് കാരണം വന്നതാവും. ബട്ട് സ്റ്റിൽ ഭയങ്കര മോശം. അതേപോലെ തന്നെ ഒരു പക്ഷീൻ്റെ VFXും സെയിം ലെവൽ. 5 പൈസക്കില്ല VFX. ഞാൻ പറഞ്ഞ ഭയങ്കര VFX ആവണം എന്നുള്ളതല്ല, പക്ഷെ എന്നാലും ഇത്രയും നല്ലൊരു സാധനം അവരിങ്ങനെ എടുത്ത് ഇങ്ങനെ ഇത്ര കഷ്ടപ്പെട്ട് മേക്ക് ചെയ്ത് പോകുന്ന സമയത്ത് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കരുത്. അതേപോലെ തന്നെ ഇതിൻ്റെ ആക്ഷൻ സീക്വൻസ് എന്ന് പറയാൻ മാത്രം ഇല്ലൊന്നുമില്ല. ബട്ട് അതിൽ തൃഷ ഉണ്ടല്ലോ, തൃഷ ഒരു ആളായിട്ട് ഇങ്ങനെ പിടിയും വരി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് തൃഷ വീഴുന്നുണ്ട്. അയ്യോ, എന്തൊരു മോശം ടൈമിംഗ് എന്നറിയോ. ഭയങ്കര ആൾ വന്നിട്ട് 10 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് തൃഷാണ് തിരിഞ്ഞ് വീഴുന്നത്. അങ്ങനത്തെ ഇപ്പോൾ ഓരോ എവിഡൻ്റായിട്ട് എടുത്ത് ഇങ്ങനെ കാണിക്കണ ഭയങ്കര ഒരു മോശം എന്ന് തോന്നിപ്പിക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഇതൊന്നും കൺസിസ്റ്റൻ്റ് അല്ല കേട്ടോ. അതൊക്കെ ഇപ്പോൾ ഈ ബസ് വീണ തന്നെ ആകെ ഒരു മിനിറ്റായിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇപ്പോൾ ഈ തൃഷൻ്റെ ഇടിയും വരി എന്നൊക്കെ പറയുന്നത് ആകെ ഒരു 30 സെക്കൻഡായിട്ടുള്ളൂ. പക്ഷേ ഇത് 8 എപ്പിസോഡ് ഉണ്ട്. അപ്പോൾ നമുക്കത് എനിക്ക് തോന്നിയ സംഭവം പറഞ്ഞതാണ്. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ്, അതേപോലെ തന്നെ 8ാമത്തെ എപ്പിസോഡും അതായത് ഇതിൻ്റെ ഫൈനൽ എപ്പിസോഡ് അത്ര കൺവിൻസിങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അത് ബാക്കിയുള്ള ഒരു ക്വാളിറ്റി എൻഡിങ് ഈ സിനിമയിൽ വെബ് സീരീസിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അതൊക്കെ പോട്ടെ നോക്കാനുള്ളൂ. ഇത് വെബ് സീരീസ് ഹൈ ക്വാളിറ്റി വെബ് സീരീസ്, അത് പറയാതിരിക്കാൻ വേണ്ടി വയ്യ. പിന്നെ ഇതിലെടുത്ത് പറഞ്ഞ സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പെർഫോമൻസ്, ഒന്ന് BGM ആണ്. BGM പ്രത്യേകിച്ച് ഇതിൻ്റെ ടൈറ്റിൽ എഴുതി കാണിക്കണൊക്കെ സമയത്തൊക്കെ ഒരു BGM ഉണ്ട്, ആ കിഡിലനാണ്. അതേപോലെ തന്നെ വെബ് സീരീസിലുടനീളം പല സീൻസും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് നിർത്താൻ BGMന് കിഡിലനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പെർഫോമൻസ് എടുത്ത് പറഞ്ഞ തൃഷയാണ്. തൃഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, തൃഷ എന്ന് വെച്ചാൽ ഒന്നാമത് ഊച്ചാളി നടിയല്ല. ഷീ നോസ് ഹൗ ടു ആക്ട്. മറ്റുള്ള ചില നടിമാർ പോലെയല്ല തൃഷ. അത് ആ ഒരു ക്വാളിറ്റി ഈ ഒരു വെബ് സീരീസിൽ ഒട്ടനീളം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അതൊന്നാമത് ക്യാരക്ടർ പഠിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഈ തൃഷൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്ന സമയത്ത് തന്നെ അധികം ചിരിക്കൊന്നുമില്ല, അധികം വർത്തമാനം പറയില്ല. അങ്ങനത്തെ ഒരു പോലീസ് ക്യാരക്ടറാണ് തൃഷ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് പഠിച്ച് ചെയ്തതാണെന്നുള്ള തുടക്കത്തിൻ്റെ കുറച്ച് സമയം കൊണ്ടൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ക്വാളിറ്റി പെർഫോമൻസ് തൃഷൻ്റെ ഉടനീളം സീരീസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ സാരഥി എന്ന് പറഞ്ഞ ഒരു പോലീസ് ഓഫീസറിൻ്റെ ക്യാരക്ടർ ചെയ്ത ഒരു ചെക്കൻ ആളുണ്ട്, ഗംഭീര പെർഫോമൻസ്. അതേപോലെ തന്നെ ഇന്ദ്രജിത്തും, അതേപോലെ തന്നെ പിന്നെ സൈക്കോ പോലത്തെ ഒരു ക്യാരക്ടർ ഉണ്ട്. ഈ മൂപ്പരാളും ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ദ്രജിത്ത് എനിക്ക് തോന്നുന്നത് പെർഫോം ചെയ്ത് മറിച്ച് കളയാനുള്ള ഒരു ക്യാരക്ടർ കിട്ടിയിട്ടില്ല. മനസ്സിലായില്ല, എന്ത് ക്യാരക്ടർ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ അതിന് മാത്രം ഒരു വലിയൊരു ക്യാരക്ടറല്ല ഇന്ദ്രജിത്തിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പക്ഷേ കിട്ടിയ സംഭവങ്ങളൊക്കെ സെറ്റായിട്ട് തന്നെ ഇന്ദ്രജിത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ചൊറിയൻ പോലീസ് ഓഫീസറിൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, അത് മൂപ്പരാളും അത് സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആളെ ചില സംഭവങ്ങൾ മോന്തടിച്ച് പൊളിക്കാൻ തോന്നുന്നു. അത് ആ പെർഫോമൻസിൻ്റെ ഒരു ചൊറിയൻ ക്യാരക്ടർ അത്ര അധികം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ആൾ മോന്തൊക്കെ പൊടിച്ച് കളിക്കാനൊക്കെ തോന്നുന്നത്. ബട്ട് അദ്ദേഹം നല്ല രീതിയിൽ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ എന്താ പറയുക, തൃഷൻ്റെ ഒരു ചെറുപ്പത്തിൻ്റെ ഒരു ക്യാരക്ടർ ഒരു പെണ്ണ് ചെയ്തിട്ടുണ്ട്, സെറ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിനേക്കാളും പെർഫോമൻസ് എൻ്റെ ഇന്ദ്രജിത്തിൻ്റെ ഈ സൈക്കോ ക്യാരക്ടർ ഉണ്ടല്ലോ, ഈ സൈക്കോ ക്യാരക്ടറിൻ്റെ ഒരു കുട്ടി പിന്നെ ഇങ്ങനെ വളർന്ന് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ പല അതായത് ഒന്ന് കുട്ടിയായിരിക്കുമ്പോഴും പിന്നെ കുറച്ച് വലുതായിട്ട് കുറച്ചും കൂടി വലിയൊരു ക്യാരക്ടർ വേറൊരു ആക്ടർ വന്നിട്ട് ചെയ്യുന്നുണ്ട്. ഈ ചെറുപ്പക്കാലം ചെയ്തിട്ടുള്ള ആക്ടേഴ്സും നടിമാരും ഒക്കെ സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര പെർഫോമൻസ് ചെയ്യുന്നത് അതാണ് ഏറ്റവും വലിയ ഒരു ഹുക്ക് ഈ ഒരു വെബ് സീരീസിൻ്റെ. അത് നമുക്ക് തുടക്കം തന്നെ ഒരു ത്രില്ലിംഗ് അല്ലെങ്കിൽ ഇമോഷണലി നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് അത്രയും വലിയ പെർഫോമൻസ് ഇതിൽ വരുന്നുണ്ടാണ്. തുടക്കം മുതൽ വെച്ചിട്ട് തന്നെ ഇപ്പോൾ കുട്ടിക്കാലത്ത് മൂഞ്ച പെർഫോമൻസ്, പിന്നെ ഇവർ ഇന്ദ്രജിത്താണെങ്കിൽ തൃഷയിൽ നിന്ന് വന്നിട്ട് പിന്നെ കാര്യമില്ല. അപ്പം അങ്ങനെ കൂടെ നോക്കുന്ന സമയത്ത് ആ ഒരു ഫ്ലോ കളയാതെ ഇങ്ങനെ ആ പണിയെടുത്ത് ഈ ചെക്കന്മാർ പെണ്ണൊക്കെ പണിയെടുത്ത് ഇങ്ങനെ നേരെ കൊണ്ടിട്ട് തൃഷൻ്റെ ഇന്ദ്രജിത്തിൻ്റെ കയ്യിൽ കൊടുത്താൽ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ അവർ നോക്കിക്കൊള്ളല്ലോ, അത്ര എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പം അതാണ് പെർഫോമൻസിൻ്റെ ഒരു സംഭവം. അങ്ങനെ മൊത്തത്തിൽ ഒരു ആസ് എൻ ഇന്ത്യൻ എന്ന് പറയുമ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഐ വാസ് പ്രൗഡ്. കാരണം ഒരു ഇന്ത്യൻ വെബ് സീരീസ് ആണെന്നുള്ളത് കൂടി കണക്കിലെടുക്കുമ്പോൾ പോരായ്മകളുണ്ട്. പക്ഷെ അതൊക്കെ പോട്ടെ നോക്കാളുള്ളൂ. അത് അങ്ങനെ അത്ര അധികം ഇത് പോരായ്മകൾ എന്ന് പറയുമ്പോൾ അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണില്ല. ഇങ്ങനെ വെറുതെ ഞാൻ പറഞ്ഞപ്പോൾ VFX ആണെന്നുണ്ടെങ്കിൽ ഈ വന്നു പോയ ചില നെഗറ്റീവ്സ് ഒക്കെ ആണെങ്കിൽ പോലും
അതും ഉടനീളം ഇല്ല, ഒരു ഒറ്റ എപ്പിസോഡിൽ ഉടനീളം നിൽക്കണില്ല. അപ്പോൾ കൂടുതലും ത്രില്ലിംഗ് ആയിട്ട് എൻഗേജിംഗ് ആയിട്ടൊക്കെ തന്നെയാണ് സംഗതി മുന്നിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സോ പേഴ്സണലി എനിക്ക് ഈ ഒരു വെബ് സീരീസ് വളരെയധികം ഇഷ്ടമായി. ഇതേപോലത്തെ എന്താ പറയുക, ഒരു ക്വാളിറ്റി വെബ് സീരീസ് ഇതിന് മുന്നേ കണ്ട സുഴൽ എന്ന് പറഞ്ഞൊരു വെബ് സീരീസാണ്, അതിന് ഇരുന്ന് തോന്നുന്ന പേര്. അതും ഒരു ഇന്ത്യൻ വെബ് സീരീസ്. പക്ഷേ അതിന് ശേഷം ഇത്രയധികം ഒരു ക്വാളിറ്റിയിൽ ഒരു എന്താ പറയുക ഒരു വെബ് സീരീസ് വരുന്നപ്പോഴാണ്. അതാണ് ഈ ബൃന്ദ എന്ന് പറഞ്ഞൊരു വെബ് സീരീസ്. എന്തായാലും ക്രൈം ത്രില്ലർ ഇല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ, മിസ്റ്ററി അങ്ങനത്തെ ഒക്കെ രീതിയിൽ ഉള്ള ഒരു വെബ് സീരീസാണ്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു വെബ് സീരീസ് കണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടമായി. അതുപോലെ ട്വിസ്റ്റ് തീരെ പ്രഡിക്റ്റബിൾ അല്ലാത്തൊരു സ്ക്രിപ്റ്റും കൂടിയാണ്. അതാണ് ഞാൻ നേരത്തെ റൈറ്റിങ്ങിനെ പ്രശംസിച്ചത്. അതുകൊണ്ടാണ് ഇതിന് തീരെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത, തീരെ നമുക്ക് അങ്ങനെ സംഭവിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കില്ല. അങ്ങനത്തെ രീതിയിൽ പോണ ഒരു നല്ലൊരു കഥ, നല്ലൊരു സ്ക്രിപ്റ്റ്, ഒരു ഗംഭീര റൈറ്റിങ്ങും. പക്ഷേ മോശവും അല്ലെങ്കിൽ ഇങ്ങനെ ചില VFX പോലത്തെ ചില ഘടകങ്ങൾ നമുക്കൊന്ന് ബോറടിക്കുകയില്ല എന്നുണ്ടെങ്കിൽ അയ്യെന്ന് തോന്നുക. അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ചില സമയങ്ങളിൽ ഇങ്ങനെ വന്ന് പോകുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇത് വെബ് സീരീസ് ഈസ് എ മസ്റ്റ് വാച്ച് വെബ് സീരീസ്. എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടമായി ബൃന്ദ എന്ന് പറഞ്ഞ വെബ് സീരീസ്. നിങ്ങൾ ഈ ഒരു വെബ് സീരീസ് കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. ദിസ് ആർ ടു ടോക്സ്, സൈനിങ് ഔട്ട്.